ഇപ്പം സമയം 4:30 മണിയാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തുടങ്ങുകയാണെങ്കിൽ 3 മണിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങണമായിരുന്നു. അതിന് 3 മണിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2:30ക്ക് നീക്കണ്ടേ, അതെന്തായാലും നടക്കില്ല. ശരിക്കും നമുക്ക് ഇത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ പുളിയന സൈറ്റിലെ വാർപ്പാണ്. ടിപ്പർ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ടിപ്പർ അവിടെ എന്തായാലും എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിന്ന് നേരത്തെ പോകുന്നത്. നമ്മളുണ്ടായിരുന്ന ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ പിന്നെ 2 വണ്ടി ഇപ്പോൾ വീട്ടിലുള്ളത്. ടിപ്പറിൻ്റെ അത്യാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എംസാൻഡ് മെറ്റലും കിട്ടാനില്ല. കാരണം മഴയൊക്കെ ആയ കാരണം കൊണ്ട് കളക്ടർ ഓർഡർ ആയിരുന്നു, പ്രഷറൊക്കെ അവധിയായിരുന്നു. അപ്പോൾ എന്തായി കഴിഞ്ഞാലും വണ്ടി അവിടെ എത്തണം, സിമെൻറ്റ് കൊണ്ടുവരണം. അഥവാ എംസാൻഡ് മെറ്റലും തികഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈറ്റിൽ കിടക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുത്തു വരാം. അപ്പോൾ ആ ഒരു പ്ലാനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്ത് പോണത്. നല്ല മഴയും. സാധാരണ കാറിലാണെന്നുണ്ടെങ്കിൽ അമ്മ ചെറിയൊരു മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങലാണ്. ഒരു മണിക്കൂർ ഉറങ്ങിയാലും ഒരു 15 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തർക്കിക്കുകയൊക്കെ ചെയ്യും. ഇപ്രാവശ്യം എന്തായാലും ഉറങ്ങൽ നടക്കില്ല. ലോഡില്ലാത്തതുകൊണ്ട് ഫുള്ള് കുത്തിക്കുലുക്കായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പകലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ലോഡ് എംസാൻഡോ അല്ലെങ്കിൽ മെറ്റലോ എടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. കാരണം നമ്മളെ നാട്ടിൽ കുറച്ച് പൈസയും കമ്മിയുണ്ട്, അത്യാവശ്യം ഒരു വെയിറ്റും ഉണ്ടായിരുന്നു വണ്ടിക്ക്. ആൾക്ക് എന്തായാലും കുറച്ചുകൂടെ എത്തിയപ്പോഴേക്കാണ് ചായക്കട ഉണ്ട്, അപ്പം ചായ കുടിക്കണം. നേരെ ഇതിപ്പോൾ ഷൊർണൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ചായ എന്തായാലും അവിടുന്ന് തുടങ്ങാം. അതെന്തായാലും എനിക്കൊരു ചായ നിർബന്ധമാണ്. ഇന്നത്തെ യാത്ര ചെയ്യുന്ന വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല. കാരണം വണ്ടി ഇങ്ങനെ കുത്തിക്കൊഴിഞ്ഞും കൊണ്ടായതുകൊണ്ട് ക്യാമറ എനിക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മഴ ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് തോരും. സാധാരണ ഇപ്പം പിന്നെ നമ്മൾ മഴേനെ പേടിക്കാറില്ല. മെയിൻ സ്ലാബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ മഴയാണെന്നുണ്ടെങ്കിലും നമ്മൾ പോവുക അങ്ങോട്ട് ചെയ്യുക തന്നെ. കാരണം എന്തായി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ എന്തായാലും പെയ്യില്ലല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ വിയ്യൂരെത്തി. ഇനി തൃശ്ശൂരിൽ നിന്ന് ഓൾറെഡി അവിടെ പണിക്കാരെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തിയിട്ട് വേണം സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട്. അവരെത്ര നേരത്തെ വന്നിട്ടും കാര്യമില്ല. കാരണം ഓൾറെഡി ഞങ്ങളുടെ കഴിഞ്ഞ മെയിൻ സ്ലാബ് 4 ദിവസം മുന്നേ ഉണ്ടായതിന് ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് അധികം ഇറക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പോയിട്ട് വേണം അത് അടുത്ത സൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. ഈ വണ്ടി എടുത്തിട്ട് 5-6 മാസമായി. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കണത്, അതായത് ഇത്രയും ലോങ്. കാരണം നമുക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു, അപ്പോൾ ആളിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വേറെ ജോലിക്ക് കയറി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഡ്രൈവറെ വയ്ക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡ്രൈവറെ വയ്ക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഫുൾ ടൈം ഓട്ടം ഉണ്ടായിരിക്കില്ല. എന്നാൽ നമുക്ക് വണ്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേനി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ഈ ഷിഫ്റ്റിങ്, അതായത് മെയിനായിട്ട് നമ്മളെ സ്ട്രെച്ചർ ഉണ്ടാക്കുന്ന ഷീറ്റ് ഷിഫ്റ്റിങ്ങിനാണ് മെയിനായിട്ട് ഇങ്ങനത്തെ വണ്ടി വേണ്ടത്. കാരണം നമ്മൾക്ക് കിട്ടുന്ന സൈറ്റുകളൊക്കെ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ദൂരത്തായിരിക്കും. ഇപ്പോൾ അതായത് ഇപ്പോൾ കോട്ടയത്തെ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് തുടങ്ങേണ്ടത് കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ. അപ്പോൾ നമ്മൾ ഈ ചെറുവണ്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസയാണ്. അതായത് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിൻ്റെ മുന്നേ ഒരു മാസം ഏകദേശം ഒരു 90,000 അല്ലേ, 88,000-90,000 ഉറുപ്യ വണ്ടിക്ക് മാത്രം റെൻറ്റ് കൊടുക്കും. മഴേൻ്റെ ഒരു എഫക്റ്റ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് നമ്മളെ സൈറ്റിലെത്തിയപ്പോൾ മനസ്സിലായത്. അതായത് ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈറ്റാണ് 4 ദിവസം മുന്നേ മെയിൻ സ്ലാബ് കഴിഞ്ഞത്. വണ്ടി ഞാൻ നേരെ കയറ്റി ഒന്ന് തിരിക്കാൻ നോക്കിയതാ. അതായത് സൈറ്റിലേക്ക് എന്തായാലും വണ്ടി കയറിയില്ല, അവിടെ നിന്ന് ആദ്യം സ്ലിപ്പായി. തിരിക്കാൻ നോക്കിയപ്പോൾ അതും നടന്നില്ല. എങ്ങനെയൊക്കെ കിടന്നാലും കിടന്ന് തിരിയാം. ഒന്നാമത് വണ്ടിയിൽ തീരെ ലോഡില്ല. പിന്നെ ഇപ്പോൾ ആകെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ലോഡ് കയറ്റിയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം. നമ്മുടെ കമ്പനി ഡ്രൈവർക്ക് അത്യാവശ്യം നല്ല ശമ്പളം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നല്ല ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,500 രൂപ പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ശമ്പളം തന്നെയല്ലേ. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബസ് ഓടിക്കുന്ന ആൾക്കാർ അവർ പറയുന്നു അവർക്ക് 800 മുട്ടണില്ല എന്ന്. അതായത് ഒരു ബസ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 12 മണിക്കൂർ ഡ്യൂട്ടി. 6 മണിക്ക് ട്രിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് നീക്കണം. അതേപോലെ ഈ ട്രാഫിക്ക് കൂടി ഇത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടമുള്ള ദിവസം ലോങ് ആയിരിക്കും. കാരണം ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ടി വരും, അവിടുന്ന് അങ്ങനെ പാലക്കാട്ടേക്ക് വരേണ്ടി വരും. ഇല്ലാത്ത ഫ്രീ ആയിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ സൈറ്റിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അത് ഇവർക്ക് കഴിക്കാം. പിന്നെ എല്ലാ സൈറ്റിലും ഇതേപോലെ ക്ലയന്റ് നമ്മൾക്ക് അക്കോമഡേഷൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യണതാണ്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും കിടക്കാനും സ്ഥലമുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡ്രൈവർ നമ്മളെ വീഡിയോ എങ്ങാനും കണ്ട് നമ്മൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇതേ സാലറി ഒക്കെ തരാൻ ഞാൻ റെഡിയാണ്. പക്ഷേ നമുക്ക് ഇതാണ് നമ്മളെ വണ്ടിയുടെ അവസ്ഥ. ഇതാണ് ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെ സൈറ്റിൽ നമ്മളെ ആൾക്കാരെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉണ്ടായിരുന്ന ആൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ 1000 അല്ലേ കൊടുത്തായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ 1100 ആക്കാൻ പറഞ്ഞു. ആൾ 1500 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1500 കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മളെ ഈ വർക്കിനോട് കൂടിയിട്ട്, അതായത് ഇതിൽ
ഇങ്ങനെ ഇതേപോലെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് വണ്ടി ഓടിക്കേണ്ടി വരും. ബാക്കി സമയങ്ങളിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയും പറ്റും. കാര്യങ്ങളൊക്കെ നോക്കുന്ന നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നോക്കിയിട്ട് ഇതേ സാലറി തന്നെ ആക്കും. തുടക്കത്തിൽ നമ്മൾ എന്തായാലും ഒരു 1000 ഉറുപ്യ സാലറി കൊടുക്കും. 1000 ഉറുപ്പ്യം ചിലവും ഉണ്ടായിരിക്കും. ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവരും വെച്ച് കഴിക്കുകയാണ്. ആൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ആൾക്കും വെച്ച് കഴിക്കാം കേട്ടോ. കാരണം നമ്മളെ സൈറ്റിലത്തെ ഭക്ഷണമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പോയി നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം. അത്യാവശ്യം നല്ല ഭക്ഷണം അവനാണ് ഇഷ്ടമുള്ളത് വെച്ച് കഴിക്കുകയാണ്. എല്ലാ സൈറ്റിലും നമ്മൾ തന്നെയാണ് ഇവർക്ക് 3 നേരം ഭക്ഷണം. ഇപ്പോൾ ഞങ്ങൾ സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളും അവരുടെ കൂടെ തന്നെയാണ് വെച്ച് കഴിക്കാറ്. ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് 4 ദിവസം മുന്നേ മെയിൻ സ്ലാബ് ചെയ്ത 2 ദിവസം ബെൻഡ് കെട്ടാനൊന്നും പറ്റിയില്ല. കാരണം നല്ല മഴയായിരുന്നു. ഒരു ദിവസം ചെറിയൊരു വെയിൽ കിട്ടിയപ്പോൾ ബെൻഡെല്ലാം കെട്ടി. പിന്നെ അത് വെള്ളം കെട്ടി നിർത്തേണ്ട ആവശ്യം വന്നില്ല. അതിൻ്റെ അപ്പോഴേക്ക് തന്നെ മഴ ചെയ്ത് നല്ല ഫുൾ അടിപൊളിയായിട്ട് അതാണ് ഇത്രയും ക്ലിയർ അല്ലേ. ഇത് മോട്ടർ അടിച്ച് ഇതാക്കിയതല്ല, മഴ പെയ്തിട്ട് തന്നെ ബെൻഡ് നിറഞ്ഞ് നിൽക്കണ വെള്ളമാണത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഈ പൈപ്പ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. താഴത്തുള്ള അതേപോലത്തെ അതേ സെയിം പ്ലാനാണ് ഇതിൻ്റെ മുകളിലേക്കുള്ളതും. അപ്പോൾ നമ്മൾക്ക് അടിയിൽ നിന്ന് വരുന്ന പൈപ്പുകൾ കംപ്ലീറ്റ് കണക്ഷനായിട്ട് മുകളിലേക്ക് പോകാനായിട്ടാണ്. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും ഫുൾ ലെങ്ത് പൈപ്പ് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു 11 അടി വെച്ചിട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ളത് ബാക്കി ജോയിൻ്റ് അടിച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീടിൻ്റെ ഒരു കൂട്ടിപ്പിടുത്തം എത്ര ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് ഒരു ബോക്സ് ആയിട്ടാണ് ഉണ്ടായിരിക്കുകയെന്ന്. അതായത് ഇപ്പോൾ ഈ പൈപ്പ് അടിയിൽ നിന്ന് വരുന്ന പൈപ്പ് മെയിൻ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി നേരെ ലോക്കായിട്ടാണ് ഇനി മുകളിലേക്ക് പോണത്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അത് അത്രയും ഒരു ലോക്കിംഗ് സിസ്റ്റം പോലെയായി. പിന്നെ അതിൻ്റെ സ്റ്റെയർ കേസ് നല്ല അടിപൊളി സ്റ്റെയർ കേസായിട്ട്, അതായത് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഹൈറ്റ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളത് റെൻ്റ് പർപ്പസ് ആവുന്ന സമയത്ത് മുകളിൽ വരുന്ന ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. 1 മീറ്റർ വീതിയും 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ മെയിൻ സ്ലാബിൻ്റെ തിക്നെസ് നമ്മൾ പറയാറുണ്ട് 5 ഇഞ്ചാണ് നമ്മൾ മെയിൻ സ്ലാബ് ചെയ്യാറെന്ന്. അപ്പോൾ നമുക്ക് ഈ സ്ലാബിൻ്റെ ഈ ഒരു കനം കാണുമ്പോൾ മനസ്സിലാവും ഇത് 5 ഇഞ്ചാണ് ഇതിൻ്റെ കനം വരുന്നത്. സൈഡിൽ 5 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും, 5.5 ഇഞ്ചൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഒരു തളമായിട്ട് എന്തായാലും മെയിൻ സ്ലാബ് ചെയ്യില്ലല്ലോ. സെൻറ്റർ കുറച്ച് ചെറിയൊരു ഇതാക്കിയിട്ടാണ് ചെയ്യുക. അതിപ്പോൾ ഞാൻ അപ്സ്റ്റെയർ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ടൈൽസ് ഇടുമ്പോൾ അത്ര വലിയൊരു പരിക്കം കനൊന്നും പോവില്ല. എപ്പോഴും ചെയ്യുമ്പോൾ സെൻറ്ററിൽ ചെറിയൊരു ഉയരം വെച്ച് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല. അതായത് ഏറ്റവും റൂഫിലാകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. മറ്റത് കട്ടൊക്കെ വെച്ചിട്ട് ഒരേ ലെവൽ നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ അധികം മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വെള്ളം മിഡിലായിട്ട് കെട്ടി നിൽക്കും. അങ്ങനെ കെട്ടി നിൽക്കുന്നത് ദോഷമാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടോട്ടലായിട്ട് അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യണം, സ്ലോപ്പൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ നമ്മളെ വീടിന് ഷെയ്ഡ് ഉണ്ടാകുമോ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇതിന് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീടിന് ചുറ്റോറും നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുകളിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്ക് തന്നെ നമ്മളെ പിള്ളേർ ലോഡാക്കി വെച്ചായിരുന്നു. ലോഡാക്കി വെച്ചപ്പോൾ ഞാൻ ഒന്നും കൂടി വലിപ്പിച്ച് നോക്കി. സംഭവം ലോഡ് വന്നപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോന്നു. കാരണം ലോഡില്ലാത്തതായിരുന്നു വണ്ടിയുടെ പ്രശ്നം. ഇത് ദോസ്തായ കാരണം കൊണ്ട് അത്യാവശ്യം ലോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഗ്രിപ്പ് കിട്ടുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കടന്ന് കറങ്ങില്ലാണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ വണ്ടി കുറച്ച് നേരം പോസ്റ്റ് ആയതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് ആൾക്കാരും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സിമെൻ്റ് എല്ലാം കയറ്റി പായ എന്തായാലും ഇട്ടായിരുന്നു. പായ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണ് ഇത്. മഴ എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ ഇനി നമ്മളെ സൈറ്റേക്ക്. മഴ എന്ന് പറഞ്ഞാലും പോരാ, വീണ്ടും പെരും മഴ. എന്തായാലും മെയിൻ സ്ലാബ് എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഒരു വഴുകി. അപ്പോൾ ഇനി എപ്പോൾ ഈ മഴ തോരണ എപ്പോഴാണോ അപ്പോൾ നമ്മൾ ചെയ്യാണ്ട് എന്തായാലും ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സൈറ്റിലെത്താനായപ്പോഴേക്ക് തന്നെ ഏകദേശം മഴയൊക്കെ പോയി, നല്ലൊരു മഴ പെയ്ത് പോയി. അതുകൊണ്ട് അവരെല്ലാം സെറ്റായി ഇരിക്കുകയാണ്. അപ്പം ഇനി എന്തായാലും പെട്ടെന്ന് പരിപാടി തുടങ്ങാം. കാരണം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ശരിക്കും ഇതൊരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ഒരു 2-2.5 മണിക്കൂർ ശരിക്കും ഇതേപോലെ കിട്ടിയാൽ മതി, അടിപൊളിയായിട്ട് കഴിയും. പക്ഷെ എന്നൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എംസാൻ്റെ മെറ്റലും ഇവിടെ കമ്മിയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ വണ്ടി കൊണ്ടുള്ള കാരണം തന്നെ ആ സൈറ്റിൽ എംസാൻ്റെ മെറ്റലും കിടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടതാണ് വീഡിയോയിൽ. അപ്പോൾ നമുക്കിവിടെ കിട്ടാനുമില്ല, ക്രഷറിന്നും കിട്ടാനില്ല, എവിടെ നിന്നും കിട്ടാനില്ല. അപ്പോൾ അഥവാ തികഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ട് പോയിട്ട് കൊണ്ടുവന്നൊക്കെ ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ പ്ലാന്. പക്ഷേ നിങ്ങളിപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കംപ്ലീറ്റ് പ്ലാനും പാളി പോയിട്ടുണ്ട്. കാരണം ഈ വണ്ടി എന്തായാലും അങ്ങോട്ട് കയറില്ല. അപ്പോൾ ഇനി അഥവാ തികഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് കയറ്റിയ പോലെ തന്നെ അത്രയും ദൂരത്തുനിന്ന് 80 കൊടുന്ന് കയറ്റേണ്ടി വരും. അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. നമ്മൾ ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വീടിൻ്റെ ഉടമസ്ഥന് ഒരു റിസ്ക്കും ഇല്ല, ഒരു ഹെഡേക്കും ഇല്ല. വീടിൻ്റെ ഉടമസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും അറിയണ്ട, അവർ പറയുന്ന സമയത്ത് പൈസ മാത്രം തന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെ ടെൻഷനും ഒക്കെ എനിക്കാണ്. കാരണം
സാധാരണ ഇപ്പോൾ ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു വീടിൻ്റെ മെയിൻ സ്ലാബിൻ്റെ അന്ന് ആൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, ഇത് കാര്യങ്ങളൊക്കെ ഇതാവുമോ. നമ്മളതിനാണ് ഒരുവിധം മെയിൻ സ്ലാബുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ നിൽക്കണം. കാരണം ചുമര് വെക്കണ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് അത്ര വലിയ ഞാൻ ചെന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. ഇലക്ട്രിക്കലിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പിള്ളേർ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ആഴ്ചയ്ക്കുള്ള വർക്കുകൾ നമ്മൾ ഓൾറെഡി ഇന്ന ചുമരിൽ ഇന്ന ലൈറ്റ് ഇന്ന പോയിൻറ്റ്സൊക്കെ ഞാൻ അവർക്ക് നോട്ട് ചെയ്ത് കൊടുത്തിട്ട് പോരും. മാക്സിമം നമ്മൾ ഈ മെയിൻ സ്ലാബ്, കാരണം ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഘടകം ഈ മെയിൻ സ്ലാബ് തന്നെയാണ്. കാരണം റൂഫിന് എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ ഇതേപോലെ കമ്പി കെട്ടിയതിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത്, കാരണം നമ്മളിപ്പോൾ പൈപ്പിങ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം ഷീറ്റ് വിരിച്ചതിന് ശേഷം ഫുള്ള് പൈപ്പിങ് ഇട്ടിട്ടാണ് ഞങ്ങൾ കമ്പി കെട്ടുക. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ പൈപ്പ് പൊട്ടില്ലെന്ന്. ഈ പൈപ്പ് പൊട്ടില്ല കേട്ടോ. ഇലക്ട്രിക്കലിൻ്റെ വർക്കിന് അറിയാവുന്നവർക്ക് അറിയാം, ഇത് 25 mm HD ആണ്. ഹെവി പൈപ്പാണ്. അതായത് ഒരു ലെങ്ത്തിന് ഏകദേശം 100-105. അത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം നോർമൽ 20-ൻ്റെ പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40-45 ഉറുപ്പ്യക്കൊക്കെ നല്ല ഹെവി കിട്ടും. കാരണം ഇത് ഞാൻ ചെയ്യണത് 25 mm കാരണം നമുക്ക് മെയിൻ സ്ലാബ്, അതുകൊണ്ടാണ് ഞാൻ 5 ഇഞ്ച് തിക്നെസ് മെയിൻ സ്ലാബ് കൊടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ പൈപ്പിങ്ങും കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ കമ്പി കെട്ടണമെന്ന് വെച്ചാൽ ക്രാങ്ക് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഒരു എയർ പാസിങ് ഒരിക്കലും സംഭവിക്കില്ല. കാരണം നമ്മൾ 5 ഇഞ്ച് സ്ലാബ് ആകുമ്പോൾ 1 ഇഞ്ചാവും പൈപ്പിൻ്റെ തിക്നെസ് വരിക. അപ്പോൾ പൈപ്പ് അടിയിലാണ് വരിക. പിന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ ഈ പൈപ്പ് വരുന്ന സ്ഥലത്ത് ക്രാക്ക് ആവുമെന്നോ. അതും ആവില്ല. അതാവാണ്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈപ്പിൻ്റെ മിഡിൽ ഞങ്ങൾ ഒരു വൈൻഡിങ് വയർ ഇട്ടിട്ട് കെട്ടും. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അടിയിൽ കോൺക്രീറ്റ് ഗ്രൗട്ട് എല്ലാം ഇറങ്ങി ക്ലിയർ ആയിട്ട് നിൽക്കും. ഇപ്പം നോർമൽ അപ്സ്റ്റെയർ ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പ് സ്ക്വയർ പൈപ്പ് ഈ ഒരു രീതിയിലാണ് കൊടുന്ന് വയ്ക്കുക. അത് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ മുകളിലേക്ക് പൊക്കില്ല. ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോ മുകളിൽ വെച്ചിട്ട് കട്ടാക്കും. അങ്ങനെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻ സ്ലാബ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ലോക്കായിരിക്കും നമ്മൾ വെച്ച ആ ഒരു GP പൈപ്പ്. ഇതിപ്പോൾ വീടിൻ്റെ ഉടമസ്ഥനാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്തും മെയിൻ സ്ലാബ് ചെയ്യണ സമയത്തൊക്കെ അതാത് വീട്ടുകാരെ കൊണ്ട് 2-3 ചട്ടുമൊക്കെ നമ്മൾ ചെയ്യിക്കും. അത് ചില ആൾക്കാർ നമ്മളോട് ചെയ്തോളാൻ പറയും. ഞാൻ എന്തായാലും ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കേഴ്സ് തന്നെ ചെയ്യും. ചില ആൾക്കാർക്ക് അതൊരു ആഗ്രഹമായിരിക്കും സ്വന്തം വീടിന് ചെയ്യണമെന്ന്. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യിക്കും. കാരണം നമ്മൾക്കിപ്പോൾ ഇതിലൊരു പുതുമല്ല, നമുക്ക് ദിവസവും ഇത് തന്നെയല്ലേ വർക്ക്. പക്ഷെ ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് അങ്ങനെയല്ല. കാരണം അയാൾ ചിലപ്പോൾ അയാൾ ആയുസ്സിൽ ആകെ ഒരു വീടാണ് വെക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് ഏറ്റവും നന്നായിരിക്കണം എന്നാവും എല്ലാ വീട് വെക്കുന്ന ആൾക്കാരുടെയും ആഗ്രഹം. ഞാൻ ഈ മെയിൻ സ്ലാബിൻ്റെ അന്ന് ശരിക്കും എല്ലാ സൈറ്റിലും ഒരുവിധം മാക്സിമം പോകാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ഇത് നമുക്ക് സ്ഥിരം കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഇവർ പെരുമ്പാവൂരുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ തന്നെയാണ് എനിക്ക് മെയിൻ സ്ലാബ് ചെയ്യാറ്. അപ്പോൾ അവരും നമ്മളും തമ്മിലൊരു ബോണ്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീട് വെക്കുന്ന സമയത്ത് എൻജിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ കമ്പി ഇട്ടോ അല്ലെങ്കിൽ മറ്റേ കമ്പി കെട്ടിയത് കറക്റ്റാണോ, 2 കമ്പി അധികം ഇടണോ, ഇങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻജിനീയറെ കോൺട്രാക്ടറെ പിന്നാലല്ല ശരിക്കും നിങ്ങൾ നടക്കേണ്ടത്. നിങ്ങൾ ആര് അവനവൻ്റെ വീടിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിക്സിങ് ചെയ്യണതിൻ്റെ അവിടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഞാനത് പറയുമ്പോൾ നിങ്ങളതാരും കള്ളത്തരം ചെയ്യാൻ ആ വിചാരത്തിലല്ല കേട്ടോ പറയണത്. കാരണം അവരെ കയ്യിൽ നിന്ന് ഒരു ബൈ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് മിക്സിങ്ങിന് കറക്റ്റ് എംസാൻഡും മെറ്റലും സിമെൻറ്റും എല്ലാം ഇട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എംസാൻഡ് ആയ കാരണം കൊണ്ട് ഇത് മിക്കവാറും ഒരു കളറായിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളെ മെയിൻ സ്ലാബിന് ലീക്കൊക്കെ വരുന്നത്. അല്ലാണ്ട് എൻജിനീയറെ കോൺട്രാക്ടറെ പിന്നാലെ നടന്നിട്ടൊരു കാര്യമില്ല. അങ്ങനെ എന്തായി കഴിഞ്ഞാൽ സിമെൻറ്റ് കുറച്ച് കമ്മിയായി, വീണ്ടും സിമെൻറ്റ് എടുക്കാൻ ഓടി. തൊട്ടടുത്ത് തന്നെ, അതായത് ഞങ്ങൾക്ക് അങ്കമാലിയിൽ തന്നെ സിമെൻറ്റ് എടുക്കാനായിട്ട് നല്ലൊരു ടീംസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോഡൗണിൽ നിന്ന് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസ് കമ്മിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം എല്ലാ സിമെൻറ്റിനും 40-50 രൂപ വെച്ചിട്ടാണ് ഓരോ ചാക്കുമ്പോൾ കൂടിയത്. ഞാനാണെങ്കിൽ മാക്സിമം എല്ലാ വീടിനും അൾട്രാടെക്കാണ് ഉപയോഗിക്കാറ്. ചില സ്ഥലങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം രാംകോ സിമെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അൾട്രാടെക്ക് തന്നെയാണ് എല്ലാ സ്ഥലത്തും എടുക്കാറ്. സിമെൻറ്റ് എടുത്ത് സൈറ്റിലെത്തിയപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എംസാൻഡും മെറ്റലും തികഞ്ഞില്ല. പക്ഷെ രക്ഷയൊന്നുമില്ല, വണ്ടി കയറിയതൊന്നുമില്ല. നമ്മളവിടെ കൊടുന്ന് ഇവിടുന്ന് കൊണ്ടുപോയി കയറ്റി. കാരണം നമ്മളെ കയ്യിൽ ഇത്രയും സാധനം സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ് അന്ന് നമ്മൾ മെയിൻ സ്ലാബ് വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ക്രഷർ ഓൾറെഡി കളക്ടർ മുടക്കി, അതായത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സാധനം കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ അടുത്തുള്ള സൈറ്റിൽ അടിച്ചിട്ട സാധനമുള്ള ധൈര്യം കൊണ്ടാണ് ഞാൻ അന്ന് അവിടെ മെയിൻ സ്ലാബ് വെച്ചത്. കാരണം ഇതിപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ നല്ല വെയിൽ ഉദിച്ചാലേ ഉള്ളൂ ചിലപ്പോൾ ഓപ്പൺ ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആക്കും. അങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ കിട്ടി, എല്ലാം റെഡിയായി. ഒരു മെയിനായിട്ടുള്ള മെയിൻ സ്ലാബ് കഴിഞ്ഞു. ഇനി ആ സ്റ്റെപ്പ് കുറച്ചും കൂടി ഇടാണ്ട്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ വർക്ക് ഏകദേശം സ്ട്രക്ചറിൻ്റെ കംപ്ലീറ്റ് വർക്കും തീർന്നു. അപ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആണ് നമ്മളെ ചുമരുള്ളത്. ഇതും ഇനി ജസ്റ്റ് ഒന്ന് ആ ജോയിൻറ്റിലൊക്കെ ഒന്ന് ഗ്രൈൻഡിങ് പിടിക്കാണ്ട്, അത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രൈമർ അടിക്കാം. പിന്നെ ഷെയ്ഡ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി ചോദിക്കരുത് ഷെയ്ഡ് ഉണ്ടാവുമോ എന്ന്. നിങ്ങൾക്ക് കാണാണ്ട് ഈ വീടിൻ്റെ ഫുൾ റൗണ്ടായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് കൊടുക്കുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അതേപോലെ ഉള്ളിലെ റാക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ ഒരു ഫിനിഷിംഗ് ആണ് ഇപ്പം നമ്മളെ ചുമരിനുള്ളത്. ഇതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് ഇല്ലാത്ത രൂപത്തിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വീട് പുറം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരില്ല. ഈ ഉള്ളിൽ ഒരു 2 കോട്ട് നോർമൽ പുട്ടി, അതായത് സാധാരണ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിലേക്കാക്കി മാറ്റി. ഈ ജോയിൻ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോർമൽ പുട്ടി ഇടാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം എന്തായി കഴിഞ്ഞാലും നമ്മൾ ഭിത്തി ചെയ്യണത് കോൺക്രീറ്റിലാണ്. അപ്പോൾ ആ കോൺക്രീറ്റിൽ തന്നെ ഒരു ഫൈനൽ ഫിനിഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴത്തെ റേറ്റിനനുസരിച്ചിട്ട് ചെറിയ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വീട് വെച്ച് കഴിഞ്ഞാലും പിന്നെ അധികം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വാതിലും ഈ ജനലിന് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അടച്ചുറപ്പായി. പിന്നെ ടൈൽസൊക്കെ ഭാവിയിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്നും ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടൈൽസിൻ്റെ ഒക്കെ ഒരു വർക്ക്. നമ്മളെ സ്ട്രക്ചറിൻ്റെ പുറമെ ഇപ്പോൾ ഇവർക്ക് ഇതിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ വയർ ഞങ്ങൾ വലിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ചെയ്യേണ്ടത് സ്വിച്ചും ലൈറ്റും ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനലിനൊരു ഗ്ലാസ്, അതേപോലെ മെയിൻ ഡോറിനൊരു ഡോറും കിച്ചൻ്റെ അവിടെ ഒരു ഡോറും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് അടച്ചുറപ്പായിട്ട് മാറി. പിന്നെ ഇൻസൈഡിൽ ബാത്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂം നേരേക്ക് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു പാവപ്പെട്ട ആൾക്കാർക്ക് താമസിക്കാം. പിന്നെ നമ്മളെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ മാറ്റാം. അതായത് ഇൻറ്റീരിയലോ ബാക്കിയുള്ള എന്ത് വർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇതൊരു കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ചെയ്ത് വെച്ചാൽ ഈ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാനായിട്ട് ആദ്യം ചുമരുകളൊക്കെ കുത്തി പൊളിക്കണം. അങ്ങനെ കുത്തി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനൊരു അഭംഗിയായിരിക്കും. പിന്നെ എന്തായാലും നമുക്കത് പ്ലാസ്റ്ററിങ്, ഇപ്പോൾ ചെങ്കല്ലിൽ ചെയ്യണ വീടാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് താമസിച്ച് കഴിഞ്ഞാൽ എന്നും പൊടിയും മണ്ണൊക്കെ വീണുകൊണ്ടേ ഇരിക്കും. പിന്നെ ബ്രിക്സിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വൈറ്റ് സിമെൻ്റ് അടിച്ചാലും താമസിക്കുക. പക്ഷേ ഈ ഒരു ഫിനിഷിങ് ഉണ്ടായിരിക്കില്ല, ഈ ഒരു സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കില്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക്, അതായത് ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് കയറി താമസിക്കണമെങ്കിൽ താമസിക്കാം. പിന്നെ ഇനിയിപ്പോൾ മെയിൻ സ്ലാബ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ബെണ്ടെല്ലാം കെട്ടിയിട്ട് നമുക്ക് നാളെ നമ്മളെ ആൾക്കാരെയും കൊണ്ട് അടുത്ത സൈറ്റ് കോട്ടയത്താണ്. കോട്ടയം കുറുവിലങ്ങാടാണ് മെയിൻ സ്ലാബ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ മെയിൻ സ്ലാബ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അവിടെ കൊണ്ടാക്കണം. അവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നത് ഒരു 2 ട്രിപ്പ് അടിക്കാണ്ടായിരിക്കും. ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ അങ്കമാലിയത്തെ മെയിൻ സ്ലാബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കോട്ടയമാണ്. കോട്ടയത്ത് കുറുവിലങ്ങാടത്തെ ചെറിയൊരു വീടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഹരിപ്പാടാണുള്ളത്. ആലപ്പുഴ ഹരിപ്പാട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കോഴിക്കോട് പോകണം. കോഴിക്കോടാണ് നമ്മളതൊരു ചുമരായിട്ട് കുറേ ദിവസമായി കിടക്കണം. അവിടെ ഇപ്പോൾ മഴ പെയ്യുകൊണ്ട് നമുക്ക് എംസാൻഡും മെറ്റലും കയറാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്, മഴ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടീമിനെ 2 ആക്കി ചെയ്യാം, സ്പ്ലിറ്റാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ വണ്ടി കയറില്ല അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ മഴ കൊള്ളിച്ച് കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പലകയൊക്കെ ചിലപ്പോൾ വളഞ്ഞു പോകും. മഴ കൊള്ളുമ്പോൾ മഴയും കൊള്ളും, വെയിൽ വന്നാൽ വെയിലും അടിക്കില്ലേ. അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യത്തിൽ. കാരണം ഒരുപാട് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്കിതൊന്നും വാടകയ്ക്ക് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുതലാവില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട് വരെ ഞാനൊരു ചെറുവണ്ടി വിളിച്ച് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിന് 80-90 ഇവർ കിലോമീറ്ററിന് ചാർജ് പറയുക. നേരം മറിച്ചിട്ട് നാഷണൽ പെർമിറ്റ് ലോറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 റുപ്യ കൊടുത്താൽ മതി. പക്ഷേ ഈ പലകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിസ്സാര കാര്യം നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി നിർബന്ധം. പിന്നെ ഈ സെൻറ്ററിങ്ങിൻ്റെ കാര്യം, അതായത് ഇപ്പോൾ നമ്മൾ ഷട്ടറിങ്ങൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് അതാത് ലോക്കലിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമാണ്. ഏറി വന്നാൽ 15-20 അല്ലെങ്കിൽ വേണ്ട ഒരു ജില്ല മൊത്തം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടി നമ്മളെ വണ്ടി അതാത് സൈറ്റിൽ അടുത്തുള്ള സൈറ്റിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടാൽ. നമുക്കാണെങ്കിൽ ഈ ചെറിയ പലക ചിലപ്പോൾ ഒരു കുറച്ച് പലക വേണ്ടി വരുള്ളൂ. അതാത് സൈറ്റിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഒരു മാസം ഏകദേശം 1,20,000 ഉറുപ്പ്യ ജാക്കി സ്പാനിന് റെൻറ്റ് മാത്രം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വണ്ടീൻ്റെ റെൻറ്റ് ഞാൻ ഒഴിവാക്കി. അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു റെൻ്റാണ് ഈ ജാക്കി സ്പാന്. ഫണ്ടില്ലാത്ത കാരണം കേട്ടോ മേടിക്കാത്തത്. കാരണം ഇപ്പോൾ ഒരു 4 വീട് നമ്മളൊരു മാസം മെയിൻ സ്ലാബ് ചെയ്യുന്നുണ്ട്, 4-ൽ കൂടുതൽ. അതേപോലെ പൊളിച്ച് കൊടുക്കും വേണം. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു റെൻറ്റ് വരും. നമുക്കതൊരു മാസമാകുമ്പോൾ ഒരു 30 ഉറുപ്പ്യ 35 ഉറുപ്പ്യൊക്കെ ഒരു വീടിന് റെൻറ്റ് വരുന്നുണ്ട് ജാക്കി സ്പാനിനും. നമ്മളിത് റൂമിൽ റാക്ക്, അതായത് ഇപ്പോൾ കിച്ചൺ റാക്കാണ് നിങ്ങൾ ഇടുന്നത് കണ്ടത്. അപ്പോൾ ആദ്യം നമ്മളെ ചുമരിനുള്ള ഷീറ്റുകളൊക്കെ ഉണ്ടാക്കി. അതിപ്പോൾ നമുക്ക് റെൻറ്റിന് എവിടെ നിന്നും മേടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ആ ഷീറ്റ് നമ്മളടുത്ത് നിർബന്ധം. ജാക്കി സ്പാനൊക്കെ പിന്നെ അതാത് സ്ഥലങ്ങളിൽ നമുക്ക് പോകുന്ന സമയത്ത് റെൻറ്റിന് കിട്ടാറുണ്ട്. ചിലപ്പോൾ ബുദ്ധിമുട്ടലുണ്ട്. കാരണം ഒരുപാട് അറിയാത്ത ആൾക്കാർക്ക്, അറിയാത്ത കോൺട്രാക്ടർമാർക്ക് ആരും ഇത് റെൻറ്റിന് കൊടുക്കില്ല. കാരണം പല ആൾക്കാരും ഇത് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ പൈസ കൊടുക്കാണ്ട് പറ്റിക്കും. അങ്ങനെയൊക്കെ ചെയ്യുകൊണ്ട് ഇവർക്ക് നല്ലൊരു ഗ്യാരണ്ടി വേണം. പിന്നെ അപ്പോൾ നമുക്ക് തരുന്നതിൻ്റെ ധൈര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, നമ്മളെ വീഡിയോസ് കംപ്ലീറ്റ് ചാനലിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും പെട്ടെന്ന് മുങ്ങാൻ പറ്റിയ ടീമല്ല എന്ന് അവർക്കും അറിയാം. കാരണം മുങ്ങിക്കഴിഞ്ഞാലും ഞങ്ങളെ പിടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കൊണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരമുണ്ട്. കാരണം ഞങ്ങളെവിടെയാണ്, ഞങ്ങളെ വീട് എവിടെയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. നമ്മളെ ഈ വർക്കിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾ പോയി ചോദിക്കുന്ന സമയത്ത് തരാറുണ്ട്. അപ്പം നമ്മൾക്കിപ്പോൾ ശമ്പളം ഇല്ലാതില്ല എന്നൊക്കെ ആദ്യം പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നപ്പോൾ പൊട്ടനാണെന്ന്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ റിഡ്യൂസ് ചെയ്യണത്, മനസ്സിലായില്ലേ? ഇപ്പോൾ വണ്ടി വാടക ഞങ്ങൾ ഒഴിവാക്കി. അപ്പോൾ നമ്മളടുത്ത് സ്വന്തം ഒരു വണ്ടി ആയതുകൊണ്ട് ആ വണ്ടി വാടക നമുക്ക് നിന്ന് മെച്ചം കിട്ടാൻ തുടങ്ങി. ഇനി അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ജാക്കി സ്പാനും നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 1,00,000 മുകളിൽ ഒരു മാസം എന്തായി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റും. അതും ഇപ്പോൾ ഒറ്റയടിക്ക് മേടിക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിന് മേടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു 4 വീടൊക്കെ ഒരു മാസം ചെയ്യുമ്പോൾ ചുരുങ്ങിയതൊരു 5000 അല്ലെങ്കിൽ 6000 സ്ക്വയർ ഫീറ്റിനുള്ള സാധനം മേടിക്കണം. മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വീടിനേലും വെച്ചിട്ട് മേടിക്കണം. നമ്മൾ അടുത്തൊരു വർഷത്തിൻ്റെ ഉള്ളിൽ അതേപോലെ ഓരോ വീടിനായിട്ട് മേടിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പൈസ നമുക്ക് ശമ്പളമായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും ഇതേ ഒരു റേറ്റിന് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2 വർഷത്തെ നമ്മളൊരു കഠിനാധ്വാനമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. 1 വർഷമായപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയൊക്കെ ആയി എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരു 1 ഇയറും കൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഇൻകം നമ്മളെ ഈ വർക്കിൽ നിന്ന് കിട്ടി തുടങ്ങുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ